അട്ടഹാസം, അന്തം അട്ടഹാസം, അന്തം എന്നല്ല, എന്തോ തേങ്ങ. ഓക്കെ, സുരേഷ് ഗോപിന്റെ മോനാണ് മേധവ് സുരേഷ്. പത്രസമ്മേളനം നടത്തിയിട്ട് പറയുവാണ്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. മോനെ ചങ്കര മണ്ടൻ മരങ്ങോടാ. എടാ, പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ നിന്റെ തീട്ടപ്പടത്തിന്? ഒരു ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. അത്രയും തീട്ടപ്പടോ, തീട്ടപ്പടം. അത്രയും വൃത്തികെട്ട ഒരു പടമാണ് അടച്ചു വെച്ചിരിക്കുന്നത്. ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് കഴിവറ മോനെ, എന്റെ ജീവിതം ഒരിക്കൽ കൂടി കുളം തോണ്ടാൻ വേണ്ടിയാണോടാ നീ ഇങ്ങോട്ട് എഴുന്നള്ളിരിക്കുന്നത്? എടാ, താടി വെച്ച അന്ത അട്ടാസിന്റെ പ്രൊഡ്യൂസറെ, എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ, നിന്നോടും പറയാണ്, നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എൻഡിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം രൂപ വെച്ച് വാങ്ങിയെന്ന്. എടാ, പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അംഗം അട്ടഹാസം എന്ന് പറഞ്ഞ സിനിമ, എടാ മാധവ് സുരേഷേ, നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് എവിടുന്നാടാ ഇതല്ല വീട്ടിയത്? ഞാൻ പൈസ വാങ്ങിച്ചത് എവിടെയാണ് പൈസ വാങ്ങിച്ചത്? എടാ താടി, കള്ളത്താടി, പരട്ടത്താടി, നിന്നെ ഞാൻ പൊക്കിയിരിക്കും കേട്ടോ. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. ഞാൻ വെല്ലുവിളിക്കുന്നു. I challenge you, I dare you, I double dare you. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. ഞാൻ പൈസ വാങ്ങിയതിന് എന്തെങ്കിലും കണക്ക് കാണിച്ചു തന്നാൽ ഈ പണി ഞാൻ നിർത്തും. സാറന്മാർക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായെങ്കിൽ എഴുന്നേറ്റ ആസനത്തിലെ പൊടിയും തട്ടി നേരെ കിഴക്കോട്ട് വെച്ച് പിടിച്ചോ. എണീച്ചു പോടാം.